പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി നീട്ടരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഓരോ കാലത്തും സംഭവിക്കുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ കണക്കിലെടുത്തു വേണം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാന്. മാത്രമല്ല, പദ്ധതികളുടെ പ്രവർത്തനം ബന്ധപ്പെട്ടവര് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തില് ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണോ നടന്നുവരുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. സ്വാഗതാർഹമാണ് ഹൈക്കോടതി വിധി. സുസ്ഥിരമായ ഭാവിക്ക് പരിസ്ഥിതി സംരക്ഷണമെന്ന തത്വത്തിന് ഊന്നല് നൽകുന്നതാണ് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കാലാവധി 30 വർഷത്തേക്ക് നീട്ടിയ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവ്. 2022 ഏപ്രിൽ 12-നാണ് പാറ ഖനനത്തിനടക്കമുള്ള പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതികാനുമതി പരമാവധി 30 വർഷമോ പദ്ധതി പൂർത്തിയാകുന്നതുവരെയോ നീട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നേരത്തെ 5 വർഷമായിരുന്നു ക്വാറികളുടെ പ്രവർത്തനത്തിനും ആശുപത്രി പോലുള്ള കെട്ടിടങ്ങൾക്കും നൽകിയിരുന്ന പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടിന്റെ കാലാവധി. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും പഠനം നടത്തണം. വിദഗ്ധ സമിതിയുടെ പരിശോധന കൂടാതെ 5 വർഷത്തിൽ കൂടുതൽ കാലാവധി നീട്ടിനൽകുന്നത് പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്ന നിരീക്ഷണത്തിലാണ് ജസ്റ്റിസ് ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ബഞ്ചിന്റെ വിധിപ്രസ്താവം. തുടരു പഠനം കൂടാതെ കാലാവധി നീട്ടുന്നത് 1986-ലെ പരിസ്ഥിതി നിയമത്തിനും 2006-ലെ പരിസ്ഥിതി ആഘാത വിജ്ഞാപനത്തിനും കടകവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഓരോ ഭൂപ്രദേശത്തിന്റെയും ആവാസ വ്യവസ്ഥ വ്യത്യസ്തമാണ്. യഥാകാലങ്ങളിൽ പഠനം പുതുക്കാതെ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പ്രദേശത്തെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ആഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. വനപ്രകൃതി ദുരന്തങ്ങളാണ് സമീപകാലത്തായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനം, മിന്നല്, പ്രളയം, മനുഷ്യരും ഇതര ജീവികളും ഗ്രാമങ്ങൾ ഒന്നാകെയും കുത്തിയൊലിച്ചു പോകുന്ന ഭയാനകമായ ഉരുൾപൊട്ടലുകൾ തുടങ്ങി നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുകയുണ്ടായി കേരളീയ സമൂഹം സമീപ വർഷങ്ങളില്. കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം ഇനിയും മോചിതമായിട്ടില്ല. ചെറുതും വലുതുമായി നൂറുകണക്കിന് ഉരുൾപൊട്ടലുകളാണ് ഓരോ വർഷവും സംഭവിക്കുന്നത്. അനിയന്ത്രിതമായ ഖനനങ്ങളും മണ്ണെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് വലിയൊരളവോളം ഇതിനു കാരണമെന്നാണ് പരിസ്ഥിതി വിദഗ്ധരുടെ പക്ഷം. രാജ്യത്തെമ്പാടും നിരവധി കരിങ്കല് ക്വാറികളും ചെങ്കല് ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ട്. പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താതെയും ബന്ധപ്പെട്ടവരിൽ നിന്ന് അനുമതി വാങ്ങാതെയും അനധികൃതമായി പ്രവർത്തിക്കുന്നവയാണ് പലതും. കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI നടത്തിയ പഠനമനുസരിച്ച് കേരളത്തില് മാത്രം 6800-ത്തോളം കരിങ്കല് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം 700 ക്വാറികൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂവെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വെളിപ്പെടുത്തല്. ബാക്കിയത്രയും അനധികൃത ക്വാറികളാണ്. സർക്കാർ അനുമതിയോടെ പ്രവർത്തിക്കുന്നവ തന്നെ ചട്ടങ്ങൾ പാലിക്കാറുമില്ല. ഇവയിൽ 354 എണ്ണം ഭൂകമ്പ സാധ്യതാമേഖലയുടെ 1 കിലോമീറ്റർ പരിധിക്കുള്ളിലുമാണ്. 10,000-കണക്കിനു വരും സംസ്ഥാനത്തെ ചെങ്കൽ ക്വാറികൾ. നിയമം കാറ്റിൽ പറത്തിയാണ് നല്ലൊരു പങ്കും പ്രവർത്തിക്കുന്നത്. ടാറ്റിംഗ് റോഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും 50 മീറ്റർ ദൂരത്തില് മാത്രമേ ഖനനത്തിന് അനുമതിയുള്ളൂവെങ്കിലും ദൂരപരിധി പാലിക്കാത്തവയാണ് നല്ലൊരു പങ്കും. ഖനനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കുഴി മണ്ണിട്ടു മൂടണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തുടനീളം കാണാം മണ്ണിട്ടു മൂടാത്ത ഉപയോഗം കഴിഞ്ഞ ക്വാറികള്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാര് സഞ്ചരിക്കുന്ന വഴിയോരങ്ങളോട് ചേർന്നു പോലുമുണ്ട് ഇത്തരം പാറമടകള്. മഴക്കാലത്ത് ഇവയിൽ വെള്ളം കെട്ടിനിൽക്കുകയും ലോലപരിസ്ഥിതി പ്രദേശങ്ങളില് ഭാരം താങ്ങാനാകാതെ മലയിടിച്ചില് സംഭവിക്കുകയും ചെയ്യുന്നു. 2018-ൽ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിനു കാരണം മലമുകളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികളും മലയുടെ സ്വാഭാവിക ചെരിവുകൾ ഇല്ലാതാക്കി നടത്തിയ നിർമ്മാണ പ്രവർത്തനവുമായിരുന്നുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തല്. ക്വാറികളില് കുട്ടികളും വഴിയാത്രക്കാരും അബദ്ധത്തിൽ വീണ് മരണം സംഭവിക്കുന്നതും വിരളമല്ല. ജനവാസ കേന്ദ്രങ്ങളുമായുള്ള പാറമടകളുടെ അകലം 50-ൽ നിന്ന് 200 മീറ്ററായി വർദ്ധിപ്പിക്കണമെന്ന് 2020-ൽ നിയമസഭാ സമിതി ശുപാർശ ചെയ്തെങ്കിലും നടപ്പായില്ല. 2014 ജൂൺ 18-ന് നിയമസഭയിൽ പരിസ്ഥിതി സംബന്ധിച്ച സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് നിയമവിധേയമായും അല്ലാതെയും പ്രവർത്തിക്കുന്ന ക്വാറികൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും ആഘാതങ്ങളെയും കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പരിസ്ഥിതിക്കുണ്ടാക്കുന്ന കനത്ത നാശനഷ്ടങ്ങൾക്കു പുറമെ സമീപവാസികളിൽ ശ്വാസകോശ രോഗങ്ങള്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, അപകട മരണങ്ങള്, ക്രഷർ യൂണിറ്റുകളിൽ നിന്നുണ്ടാകുന്ന പൊടിപടലും കൃഷിക്കുണ്ടാക്കുന്ന നാശം, വനത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ക്വാറികള് വനത്തിനും വന്യജീവികൾക്കുമുണ്ടാക്കുന്ന നാശനഷ്ടം തുടങ്ങി നിരവധി ആഘാതങ്ങളാണ് ഇവ സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ക്വാറികളുടെയും പരിസ്ഥിതിയെ ബാധിക്കാനിടയുള്ള മറ്റു പദ്ധതി പ്രവർത്തനങ്ങളുടെയും പാരിസ്ഥിതികാനുമതി കാലാവധി 30 വർഷത്തേക്ക് നീട്ടിയാൽ പ്രത്യാഘാതങ്ങൾ പിന്നെയും വർദ്ധിക്കും. പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും കൂടുതൽ കെടുതികൾ വരുത്തിവെക്കും. പ്രകൃതിയിൽ വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലത്തും സംഭവിക്കുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ കണക്കിലെടുത്തു വേണം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാന്.
മാത്രമല്ല പദ്ധതികളുടെ പ്രവർത്തനം ബന്ധപ്പെട്ടവര് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തില് ചട്ടങ്ങള് പാലിച്ചു തന്നെയാണോ നടന്നുവരുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അവാഗതാർഹമാണ് ഹൈക്കോടതി വിധി.